ഇതിലും ഭേദം ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ഉറപ്പാക്കുന്ന സംവിധാനങ്ങളിലേക്ക് മടങ്ങി വരൂ, പട്ടികജാതി അവകാശം ഉറപ്പാക്കൂ എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പറയുന്നായിരുന്നു. ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവരെ പട്ടികജാതി അഥവാ SC വിഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നുള്ള ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ മതത്തിൽ ജാതി വിവേചനം ഇല്ല എന്നുള്ള സാങ്കേതികത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ദളിത് ക്രൈസ്തവരെ മാത്രം തഴഞ്ഞിരിക്കുന്നത്. ഇഷ്ടമുള്ള മതം സ്വീകരിച്ച കുറ്റത്തിനാണോ ഈ വിധി? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മതേതര വേഷഭൂഷാദികളൊക്കെ അഴിച്ചു വെക്കുന്നതാണ് നല്ലത്. 1950 ഭരണഘടനാ ഉത്തരവിലെ ക്ലോസ് 3 അനുസരിച്ച് നിർദ്ദേശിച്ചിട്ടില്ലാത്ത മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് ജനനം പരിഗണിക്കാതെ പട്ടികജാതി പദവി നഷ്ടമാകാൻ കാരണമാകും. അതനുസരിച്ച് ഹിന്ദുക്കളിലേക്ക് മാത്രമായിട്ട് ഈ പട്ടികജാതി പദവി ചുരുങ്ങി. പക്ഷെ 1956 സിഖ് മതവും 1990 ബുദ്ധമതവും ഓർഡിനൻസ് ഭേദഗതിയിലൂടെ പട്ടികജാതി അവകാശം സ്വന്തമാക്കി. പക്ഷേ ക്രിസ്ത്യൻ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ദളിതരെ അതിലും ഉൾപ്പെടുത്തിയില്ല. പക്ഷെ ദളിത് ക്രൈസ്തവരുടെ കാര്യത്തിൽ പല കമ്മീഷനുകളും അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് നൽകിയിരുന്നതെങ്കിലും പുതിയ കമ്മീഷനുകളെ വെച്ച് സവർണ വർഗീയ രാഷ്ട്രീയം ഇതിനെയൊക്കെ കൃത്യമായിട്ട് അട്ടിമറിച്ചുകൊണ്ടിരുന്നു. 1955 കാക്ക കലേക്കർ കമ്മീഷനും 2004 രംഗനാഥ മിശ്ര കമ്മീഷനും ഒക്കെ ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവർക്ക് സംവരണം ഉറപ്പാക്കണമെന്ന നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. 2004 മുതൽ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള കേസും രംഗനാഥ മിശ്ര കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷെ സംഘപരിവാറിനും BJPക്ക് ഇതൊന്നും സ്വീകാര്യമല്ല. അതായത് ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കരുതെന്ന് പറയുന്നിടത്തോളം കാലം കമ്മീഷനെ മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, ഹിന്ദു മതത്തിലേക്ക് തിരിച്ചെത്തിയാൽ പട്ടികജാതി സംവരണം ലഭിക്കുമെന്നുള്ള ഗർവാപ്പസി പ്രത്യയശാസ്ത്രം മതേതര ഭരണഘടനയുടെ അടിത്തറയാണ് ഉന്നം വെക്കുന്നത്. എന്നിട്ട് പോലും ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇത് ക്രിസ്ത്യാനികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ സവർണ വർഗീയ കാരണങ്ങൾ കൊണ്ട് മനസ്സിലാവാത്തതായിട്ട് നടിക്കുന്നു. ഇനി അപ്പൊ ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? ഭരണഘടനയുടെ 232 2ാം വകുപ്പ് പ്രകാരം ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള അധികാരം പാർലമെന്റിനുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് പോലും കോൺഗ്രസ് അത് ചെയ്തില്ല. ഇപ്പോഴുള്ള BJP സർക്കാർ അത് ചെയ്തു തരുമോ എന്ന് ആരും ചോദിക്കുക പോലുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ക്രിസ്തുമതം സ്വീകരിച്ച് പാസ്റ്ററായിട്ട് സേവനം ചെയ്തിരുന്ന ചിന്തള ആനന്ദ് നൽകിയ പരാതിയാണ് ഈ കേസിന് അടിസ്ഥാനം. ഞായറാഴ്ച പ്രാർത്ഥനയ്ക്കിടെ തന്നെ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി SC/ST നിയമപ്രകാരം നൽകിയ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ പരാതിക്കാരൻ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതുകൊണ്ട് SC/ST നിയമപ്രകാരമുള്ള FIR നിയമവിരുദ്ധമാണെന്നുള്ള എതിർവാദം ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും അംഗീകരിക്കുകയായിരുന്നു. അതായത് ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന്റെ ആക്രമണത്തിനിരയാകുന്ന ദളിത് ക്രൈസ്തവരുടെ എണ്ണം വർദ്ധിക്കും അല്ലേ? അതെ, ഗർവാപ്പസി ഏക പരിഹാരമായി മാറുകയും ചെയ്യും. പാർലമെന്റിലെ നിയമ ഭേദഗതിയോ രാഷ്ട്രപതിയുടെ ഓർഡിനൻസോ ഉണ്ടാകുന്നിടത്തോളം കാലം കോടതിയിൽ നിന്ന് മറിച്ചൊരു വിധി പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ക്രിസ്തുമതം പൂർണ്ണമായും ജാതി വിവേചനമുക്ത എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെച്ചാൽ മതവും സഭയും ഒരു തരത്തിലുള്ള ജാതി വിവേചനത്തെയും പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ക്രിസ്തുമതം പൂർണ്ണമായിട്ടും ജാതി വിവേചനമുക്തമാണ് എന്ന് പറയാൻ പറ്റില്ല. ക്രിസ്തുമതത്തിലെ വിവേചനം ഇല്ലാന്ന് അടിച്ചേൽപ്പിക്കുമ്പോഴും ദളിത് ക്രൈസ്തവർ ജീവിക്കുന്നതും അവരിടപഴകുന്നതും ക്രിസ്തുമതത്തിനുള്ളിൽ മാത്രമല്ല. ഉത്തരേന്ത്യയിലെ എത്രയോ ഗ്രാമങ്ങളിൽ ദളിത് ക്രൈസ്തവർ സവർണ ഹിന്ദുക്കളുടേതിൽ നിന്ന് ഉൾപ്പെടെ നിന്ദനങ്ങളും പീഡനങ്ങളും അടിച്ചമർത്തലുകളും ഏൽക്കുന്നതിൻ്റെ എത്രയോ വാർത്തകളാണ് ദിവസം പുറത്തു വരുന്നത്. ദളിതർക്ക് അവരുടെ സ്വത്വം നഷ്ടപ്പെടാതെ ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് ചോദ്യം. 1950 ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പട്ടികജാതി പട്ടികയിൽ നിന്ന് ഹിന്ദുക്കളല്ലാത്തവരെല്ലാം ഒഴിവാക്കിയിട്ട് 75 വർഷം. സിഖുകാരും ബുദ്ധരും പിന്നീട് തിരിച്ചു കയറി. പക്ഷെ നീതി ലഭിക്കുമെന്ന് കാത്തിരുന്ന ദളിത് ക്രൈസ്തവരുടെ പല തലമുറകൾ മരിച്ചുപോയി. ഇനി എത്ര തലമുറകൾ കാത്തിരിക്കണം?